വീട്ടുമുറ്റത്ത് പിതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പിന്നാലെ മൃതദേഹം കണ്ട ആളുകൾക്ക് സംശയമായി. പിതാവിന്റെ മരണത്തിൽ അസ്വാഭാവികമുണ്ടെന്ന് വ്യക്തമായതോടെ മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് സംഭവം നടന്നത്. നല്ലേപ്പള്ളി സ്വദേശിയായ 58-കാരൻ സി രാമൻകുട്ടിയാണ് മരിച്ചത്. സംഭവത്തിൽ രാമൻകുട്ടിയുടെ മകൻ 26-കാരനായ ആദർശിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് രാമൻകുട്ടി വീട്ടുമുറ്റത്ത് വീണ് കിടക്കുന്നതായി ആദർശ് സമീപവാസികളെ അറിയിച്ചത്. സമീപവാസികളുടെ സഹായത്തോടെ ഇയാളെ വീട്ടിലെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി. തുടർന്ന് അച്ഛൻ മരിച്ചതായി ആദർശ് ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയും ചെയ്തു. വീട്ടിലെത്തി മൃതദേഹം കണ്ട ആളുകൾക്ക് രാമൻകുട്ടിയുടെ മരണത്തിൽ സംശയം തോന്നിയതോടെ കൊഴിഞ്ഞാമ്പാറ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. രാമൻകുട്ടിയുടേത് സ്വാഭാവിക മരണമായി ചിത്രീകരിക്കാനുള്ള ആദർശിന്റെ ശ്രമമായിരുന്നുവെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ രാമൻകുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളും രക്തക്കറയും കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഫോറൻസിക് ടീമും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. 2 മാസം മുൻപ് രാമൻകുട്ടിയുടെ ഭാര്യ ചന്ദ്രിക മരിച്ചതിനു ശേഷം അച്ഛനും മകനും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. രാമൻകുട്ടി രോഗങ്ങളാൽ ഏറെ ബുദ്ധിമുട്ടിയിരുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിൽ പോയ രാമൻകുട്ടി ബുധനാഴ്ചയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അന്ന് രാത്രിയാണ് മരിക്കുന്നതും. സംഭവ ദിവസം ഇരുവരും മദ്യപിച്ചിരുന്നതായി ആദർശ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. രാമൻകുട്ടിയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നും നിലവിൽ ആദർശിനെ ചോദ്യം ചെയ്ത് വരികയാണെന്നും കൊഴിഞ്ഞാമ്പാറ പോലീസ് വ്യക്തമാക്കി.